അപ്പൊ എന്താണ് ഈ ഫീച്ചേഴ്സ്? ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെന്റ് ആണല്ലോ നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ. ഈ എഗ്രിമെന്റിൽ നമുക്ക് നോക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എത്ര പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഈ പോളിസിയിൽ കവേർഡ് ആണ്, എന്തൊക്കെ അസുഖങ്ങൾ കവേർഡ് ആണ്, എന്തൊക്കെ കവേർഡ് അല്ല, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം നോക്കേണ്ടതുണ്ട് അല്ലേ. ഇന്ന് ഒരു ഇൻഷുറൻസ് വാങ്ങാൻ പോയാൽ ഫീച്ചേഴ്സിന്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാകും. മോസ്റ്റ്ലി ഇത് കണ്ട് ആൾക്കാർ കൺഫ്യൂസ് ആകുന്നതാണ് പതിവ്. ചില ഫീച്ചേഴ്സ് എടുത്താൽ ചിലപ്പോൾ പ്രീമിയം വളരെ കൂടും, ചില ഫീച്ചേഴ്സ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകും. സോ ഫീച്ചേഴ്സിനെ പറ്റി മുഴുവനായി പഠിക്കലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യലാണ് ഇവിടുത്തെ ലക്ഷ്യം. പഠിക്കാൻ എളുപ്പത്തിനായി പോപ്പുലർലി അവൈലബിൾ ആയ ഫീച്ചേഴ്സിനെ ഞാൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്: മസ്റ്റ് ഹാവ്സ് ആൻഡ് ഗുഡ് ടു ഹാവ്സ്. മസ്റ്റ് ഹാവ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായും നിങ്ങൾ നോക്കിയിരിക്കേണ്ട, നിങ്ങളുടെ ഇൻഷുറൻസിൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തേണ്ട ഫീച്ചേഴ്സ് ആണ്. ഗുഡ് ടു ഹാവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വേണ്ടയോ വേണമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് വാങ്ങാൻ നിങ്ങൾ പോകുമ്പോൾ പറ്റിക്കപ്പെടാതെ ബുദ്ധിപരമായി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യലാണ്. ഇനി കാര്യങ്ങൾ നമ്മളൊന്ന് സ്പീഡാക്കും, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് നിർബന്ധമായും സെലക്ട് ചെയ്യേണ്ട ഫീച്ചേഴ്സ് നോക്കാം. മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തെ ഫീച്ചർ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്. അതായത് ഇൻഷുറൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസ് നമ്മുടെ ചുറ്റും അവൈലബിളും ആയിരിക്കണമല്ലോ. മാക്സിമം ഹോസ്പിറ്റൽസ് ആയി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് ടൈപ്പ് ഉള്ള പോളിസികൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഹോസ്പിറ്റൽ നിർബന്ധമായും അവരുടെ ലിസ്റ്റിൽ വരണം. ക്യാഷ്ലെസ് അല്ല നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്കിൽ ഹോസ്പിറ്റൽ ബിൽ ആദ്യം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. പിന്നീട് ബിൽസ് അയച്ചു കൊടുക്കുമ്പോൾ അടച്ച തുക ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരും. ക്യാഷ്ലെസ് ആണ് എങ്കിൽ നിങ്ങൾ ഇടപെടുകയോ വേണ്ട, ഹോസ്പിറ്റൽ ബില്ല് ഇൻഷുറൻസ് കമ്പനി നേരെ ഹോസ്പിറ്റലിന് അടച്ചുകൊള്ളും. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ ഇൻഷുറൻസ് വാങ്ങുന്നത് വളരെ ഈസിയായി അവിടെ തന്നെ ആ ഇൻഷുറൻസിന്റെ ഹോസ്പിറ്റൽ ലിസ്റ്റ് കാണാൻ സാധിക്കും. അത് നോക്കിയിട്ട് മാത്രം ഇൻഷുറൻസ് എടുക്കുക. രണ്ടാമത്തെ ഫീച്ചർ നോ കോ പേയ്മെന്റ് ക്ലോസ്. കോ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി നിങ്ങളോട് പറയുകയാണ് എത്ര ബില്ല് വന്നാലും അതിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ അടക്കണമെന്ന്. അതായത് ബാക്കി അവർ അടച്ചോളാം, നിശ്ചിത ശതമാനം നിങ്ങൾ അടക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ബില്ല് വരുന്നു, 30% ആണ് കോപ്പേ എങ്കിൽ 30% 5 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് ഇടും, ബാക്കി കമ്പനി നോക്കിക്കൊള്ളാമെന്ന്. ഈ ക്ലോസ് ഇല്ലാതെയുള്ള ഇൻഷുറൻസുകളാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള പോളിസികളാണ് എപ്പോഴും എടുക്കേണ്ടത്. മൂന്നാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ നോ റൂം റെന്റ് റെസ്ട്രിക്ഷൻസ്. റൂം റെന്റ് ക്യാപ്പ് എന്നത് എത്ര മുറി വാടക അല്ലെങ്കിൽ ഏത് കാറ്റഗറി മുറി വരെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, റൂം റെന്റ് ക്യാപ്പ് 2000 രൂപയാണ് നിങ്ങളുടെ പോളിസി എങ്കിൽ 2000 രൂപയിൽ കൂടുതൽ റെന്റ് ഉള്ള റൂം നിങ്ങൾ എടുത്താൽ ആ എക്സ്ട്രാ വരുന്ന റെന്റ് ഇൻഷുറൻസിൽ കവർ ആകില്ല, അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ റൂം റെന്റിന് ഒരു ലിമിറ്റ് ഇല്ലാത്ത തരം പോളിസികൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ മുറിയുടെ വാടക ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും മുറി വാടക എത്ര കൂടി പോയേക്കാം, ചിലപ്പോൾ ഒരു 3000 രൂപ ആയിരിക്കാം, 5000 രൂപ ആയിരിക്കാം. അപ്പൊ എക്സ്ട്രാ ഒരു 2000-3000 പെർ ഡേ അല്ലേ ഉള്ളൂ, അത് കുറച്ച് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ നിന്ന് അടക്കാമല്ലോ. അപ്പൊ അത് ഇത്ര വലിയൊരു പോയിന്റ് ആണെന്ന് ചിന്തിച്ചേക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും വലിയ വാടകയുള്ള മുറിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് മെഡിക്കൽ എക്സ്പെൻസസും കൂടും, ഡോക്ടറിന്റെ ചാർജസ് കൂടും, നിങ്ങളുടെ സർജറിയുടെ വിലയും കൂടും, ഇല്ലേ, നിങ്ങളുടെ ക്ലാസ് ഒന്നും മാറും ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ ഏത് മുറി എടുക്കുന്നു എന്നുള്ളത്. ഇത് ഇൻഷുറൻസ് കമ്പനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2000 രൂപയുടെ മുറി വാടകയെ അനുവദിച്ചുള്ളൂ എങ്കിൽ നിങ്ങൾ എന്നാൽ അതിൽ കൂടുതൽ മുറി വാടകയുള്ള ഒരു മുറിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൂടുതലായി എന്ന് മനസ്സിലാക്കിയ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ മുഴുവൻ ക്ലെയിമും തരണമെന്നില്ല. നിങ്ങൾ മുഴുവനായി ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ, അതായത് ബാക്കിയുള്ള എക്സ്പെൻസസും ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിലും ഒരു കുറഞ്ഞ ശതമാനമേ ചിലപ്പോൾ കവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ നോ റൂം റെന്റ് ലിമിറ്റ് എന്നുള്ള പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആകുന്നത്. ഈ നാലാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ അത് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. 5 ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ദിവസം അർജന്റ് സർജറി വന്നു, 4 ലക്ഷം നമ്മൾ ഇൻഷുറൻസ് ഉപയോഗിച്ചു, അത് ക്ലെയിം ചെയ്ത പൈസ നമുക്ക് കിട്ടി. പോളിസി വർഷാവർഷം റിന്യൂ ചെയ്യുന്നത് വരെ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് കവറേജ് 1 ലക്ഷമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് അടുത്ത റിന്യൂവൽ വരെ നിങ്ങൾക്ക് അതിനിടയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ 1 ലക്ഷം വരെയുള്ള കവറേ ബാക്കിയുള്ളൂ. കാരണം ബാക്കി 4 ലക്ഷം നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചു പോയല്ലോ. ഇവിടെയാണ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് പ്രസക്തമാകുന്നത്. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ ഒരു തവണ ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ടി വന്നാലും ഇൻഷുറൻസ് കവറേജ് മാക്സിമം എമൗണ്ടിലേക്ക് തിരിച്ച് റീസ്റ്റോർ ആകും. ഈ ഫീച്ചർ ഉള്ള പോളിസികൾ എടുക്കുന്നത് തീർച്ചയായിരിക്കും നല്ലതായിരിക്കും. ഫാമിലി പ്ലാൻ ആണ് എങ്കിൽ നിർബന്ധപരമായിട്ടും ഈ ഫീച്ചർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 5ാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ ഡേ കെയർ പ്രൊസീജിയർ
പ്രൊസീജിയേഴ്സ് കവേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പല മോഡേൺ ട്രീറ്റ്മെന്റ്സിനും 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യങ്ങൾ പണ്ടത്തെ പോലെ വരുന്നില്ല. പക്ഷേ അറിയുന്നവരെങ്കിലും കേട്ടിട്ടുണ്ടാകും അഡ്മിറ്റ് ആയാലേ ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ എന്നൊരു ലൈൻ അല്ലേ. ഉദാഹരണത്തിന് കാട്രാക്ട് സർജറി ഇപ്പോൾ വെറും ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ്, അഡ്മിറ്റ് ആവേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവേർഡ് എന്ന ഫീച്ചർ നിങ്ങളുടെ പോളിസിയിൽ ഇല്ല എങ്കിൽ അങ്ങനത്തെ എക്സ്പെൻസസ് ഇൻഷുറൻസിൽ കവർ ആകില്ല. അതുകൊണ്ട് ഈ ഫീച്ചർ പോളിസിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആറാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ പറയുകയാണെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. അതായത് ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ ആ ട്രീറ്റ്മെന്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷവും ചിലവുകൾ ഉണ്ടാകുമല്ലോ. അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ ടെസ്റ്റുകളും കൺസൾട്ടേഷനും ഉണ്ടാകും. ഡിസ്ചാർജ് ആയതിനു ശേഷം മരുന്നുകളും ഫോളോ അപ്പ് കൺസൾട്ടേഷനുകളും ഒക്കെ ഉണ്ടാകും. ഇതിനൊക്കെ ചിലവും കാണും. സാധാരണ ഇൻഷുറൻസ് പോളിസീസിലെ ഈ ചിലവുകൾ കവർ ആകില്ല. ഇങ്ങനത്തെ ചിലവുകൾ കവർ ആകാൻ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് എന്ന ഫീച്ചർ നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് 30 മുതൽ 60 ദിവസം മുന്നേ വരെയുള്ള കവറേജും ഹോസ്പിറ്റലൈസേഷന് 60 മുതൽ 180 ദിവസം കഴിഞ്ഞുള്ള വരെയുള്ള കവറേജുമാണ് കണ്ടുവരുന്നത്. അങ്ങനെയുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് ആണ്. എല്ലാം ക്ലിയർ ആയി നോക്കി തന്നെ നിങ്ങൾ ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഡിസ്കസ് ചെയ്യേണ്ടത് നോ ക്ലെയിം ബോണസ് ആണ്. ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ഒന്നും വരുത്തിയില്ല എങ്കിൽ ഓരോ വർഷവും നിങ്ങളുടെ ഇൻഷുർഡ് എമൗണ്ട് കൂട്ടിക്കിട്ടും, അധികം പ്രീമിയം കൊടുക്കാതെ. ഇത് 100% വരെ പോയേക്കാം. അതായത് നിങ്ങൾ 5 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ കുറെ വർഷങ്ങൾ ക്ലെയിമുകൾ വരുന്നില്ല എങ്കിൽ പോളിസി കവർ തന്നെ 10 ലക്ഷം വരെയൊക്കെ പോയേക്കാം, ഒരു എക്സ്ട്രാ പ്രീമിയം നിങ്ങൾ അടക്കാതെ. അതായത് നിങ്ങൾ അടക്കേണ്ട പ്രീമിയം അപ്പോഴും 5 ലക്ഷത്തിന്റെ തന്നെയായിരിക്കും, പക്ഷെ നിങ്ങളുടെ കവർ ഓട്ടോമാറ്റിക്കലി 10 ലക്ഷത്തിലേക്ക് എത്തും. വളരെ നല്ല ഫീച്ചറാണ്, ഉണ്ടെങ്കിൽ നല്ലത്. പ്രീമിയം അടക്കുകയും ചെയ്തു, ക്ലെയിം ചെയ്തതുമില്ല, അപ്പോൾ നഷ്ടം വന്നില്ലേ എന്ന വിഷമമൊക്കെ ഒരു പരിധി വരെ ഉണ്ട് എങ്കിൽ അത് മാറ്റി തരുന്ന ഒരു ഫീച്ചറാണ് ഇത് അല്ലേ. രണ്ടാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്സ് ആണ്. അത് പേര് പറയുന്നത് പോലെ തന്നെ ഒരു ആനുവൽ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഫ്രീ ആയി കിട്ടും. മെഡിക്കൽ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയി എത്തി നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ രോഗവും നേരത്തെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തിയാൽ മതി ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. ബട്ട് നേരത്തെ കണ്ടെത്തണമെങ്കിൽ റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് നടത്തണം. അതിന്റെ പൈസ ചെലവൊക്കെ ഓർത്ത് പലരും ചെയ്യലില്ല. അപ്പോൾ ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉള്ള പോളിസി എടുത്താൽ വളരെ നന്നാകും. ഫ്രീ ആയി ഉള്ളത് കൊണ്ട് കൂടുതൽ പേരും പോയി ചെയ്യും. നിർഭാഗ്യവശാൽ എന്തെങ്കിലും മോശം കണ്ടെത്തിയാലും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചിലവും ഇൻഷുറൻസ് കവർ ചെയ്തുകൊള്ളുമല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഗുഡ് ടു ഹാവ് ഫീച്ചർ ആണ്. മൂന്നാമത്തത് കൺസ്യൂമബിൾസ് കവറേജ് ആണ്. അതായത് സാധാരണ രീതിയിൽ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടുള്ള ഗ്ലൗസ്, സിറിഞ്ചസ്, കോട്ടൺ, PPE കിറ്റ്സ് പോലുള്ള സാധനങ്ങൾ നോർമൽ ഇൻഷുറൻസിൽ കവർ ആകില്ല. അതിനെല്ലാം ബില്ല് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് പൈസ ഇടേണ്ടി വരും, അടക്കേണ്ടി വരും. ഇത് വലിയൊരു ബില്ല് ആവണമെന്നില്ല, പക്ഷേ ഈ ഫീച്ചർ ഉണ്ട് എങ്കിൽ ആ ചിലവുകളും ഇൻഷുറൻസ് കവർ ചെയ്തോളും. അപ്പൊ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഈ ഫീച്ചർ ഒപ്റ്റിൻ ചെയ്യാൻ പറ്റും. നാലാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അതായത് സാധാരണ പോളിസീസ് ഹോസ്പിറ്റലൈസ് ആയി ഉള്ള ട്രീറ്റ്മെന്റ്സിന്റെ ചിലവുകൾ മാത്രമാണ് കവർ ചെയ്യുക. എന്നാൽ ചിലർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രീറ്റ്മെന്റ്സ് വേണ്ടത്. ഈ ഒരു സാഹചര്യം വരാൻ സാധ്യതയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ ഫീച്ചർ എടുത്തു വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അഞ്ചാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കവറേജ് ആണ്. ചിലർക്കൊക്കെ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും താല്പര്യം. ഈ ഫീച്ചർ എടുത്താൽ മാത്രമേ അങ്ങനെയുള്ള അലോപ്പതി അല്ലാത്ത മറ്റ് ട്രീറ്റ്മെന്റ്സിന്റെ ചാർജസ് കവർ ആവുകയുള്ളൂ. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ ബേസ് പോളിസി റെഡി ആയി കഴിഞ്ഞു.